ഗൈസ്, റോയൽ യൂണിയൻ വന്നിട്ടുള്ള ഈ പാക്കറ്റ് അൺബോക്സ് ചെയ്യാം. ഇത് കുർത്തി സെറ്റ് ആണ് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ടയും. ടോപ്പില് 3/4 സ്ലീവ് ആണ്. സ്ലീവില് ഇവിടെ ഇങ്ങനെയായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. വി നെക്കാണ്. അതില് മൾട്ടിപ്പിൾ കളേഴ്സ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫേക്ക് മിറേഴ്സും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ടാസിൽസ് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള ടാസിൽസ് ആണ്. ഹെം ഏരിയയിൽ കണ്ടോ, അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ബാക്ക് സൈഡിലും സെയിം ഇങ്ങനെ വൈറ്റ് വന്നിട്ട് ഇങ്ങനെ താഴെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. ബോഡി പാർട്ടിൽ ലൈനിങ് ഉണ്ട്, സ്ലീവില് ലൈനിങ് ഇല്ല. റയോൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. സംഭവം ഭയങ്കര സോഫ്റ്റ് ആണ്. ബോട്ടത്തിന്റെ വൺ സൈഡ് ഇങ്ങനെ ബെൽറ്റും വൺ സൈഡ് എലാസ്റ്റിക്കും ആണ്. ബോട്ടത്തിനും സെയിം ഫാബ്രിക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇതൊരു സ്ട്രൈറ്റ് പാന്റ് ആണ്. പാന്റിന്റെ എൻഡിൽ ഇതേ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ ദുപ്പട്ടയാണ്. 4 സൈഡിലും ലേസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ ലേസ് ആണ് പോയിട്ടുള്ളത്. ഷിഫോൺ ദുപ്പട്ടയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബെൽറ്റ് പോലത്തെ സ്ലീവ് ആണ്. നെക്ക് നല്ല ഒരു മൾട്ടിപ്പിൾ കളേഴ്സിലാണല്ലോ ഈ നെക്ക് പോയിരിക്കുന്നത്. കാണാൻ സൂപ്പർബ് ആണ്. ഇതിലൊരു കളർ ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. അപ്പൊ ബ്ലാക്കിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ പ്രിന്റ് വരും. അപ്പൊ വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വൈറ്റ് എടുക്കാം, ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് എടുക്കാം. ഈ ഒരു ടാസിൽസ് മാറ്റിയിട്ട് ഇതിന്റെ ലുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പൊ ടാസിൽസ് ഉള്ളതാണോ നല്ലത്, ഇല്ലാത്തതാണോ നല്ലതെന്നുള്ളത് നിങ്ങളത് കണ്ടിട്ട് പറയൂ. ടാസിൽസ് റിമൂവ് ചെയ്തതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. ടോപ്പിന്റെ ലെങ്ത് 46 ഇഞ്ചും ബോട്ടത്തിന്റെ ലെങ്ത് 38 ഇഞ്ചും ആണ്. ദുപ്പട്ടയുടെ ലെങ്ത് 2.25 മീറ്റർ ആണ്. ഈ പ്രോഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഇവിടെയും നമ്പർ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.